കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു താരം ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുണ്ടാവുക സഹൽ അബ്ദുസമദിനെ തന്നെയാണ്. കാരണം നമ്മൾ ഒരു മലയാളി താരം നമ്മുടെ ടീമിൽ കിടന്നിട്ട് പൂണ്ട് വിളയാടുന്നത് ഒരു രോമാഞ്ച പുളകിതമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകരും കണ്ടിട്ടുള്ളത്. അത് പുറത്തു നിന്ന് പല ക്ലബ്ബുകളും കൊതിച്ചു നോക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണോട് കൂടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തു തൊലച്ചിട്ടുള്ള ഒരു താരമെന്ന് പറയുന്നതും സഹൽ അബ്ദുസമദാണ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് നീർന്ന നൊമ്പരങ്ങൾ ഇന്നും ആരാധകർ കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഈ ഡ്യൂറൻഡ് കപ്പ് എന്നൊക്കെ പറയേണ്ടത് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി മാത്രമേ കാണാറുള്ളൂ. പക്ഷേ ഈ സീസണിലെ മോഹൻ ബഗാൻ്റെ സ്ക്വാഡൊക്കെ കണ്ടിട്ട് ഞാൻ വെറുതെ കഴിഞ്ഞ മോഹൻ ബഗാൻ വേഴ്സസ് ഇന്ത്യൻ എയർഫോഴ്സ് മത്സരം ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കി. അതിൽ ലൈവിൽ ഞാൻ കണ്ടത് അതിലുള്ള വിദേശ താരങ്ങളെക്കാൾ കൂടുതൽ ഇമ്പ്രൂവ് ആയിട്ട് കളിക്കുന്നത് സഹൽ അബ്ദുസമദ് എന്ന് പറയുന്ന നമ്മുടെ മലയാളക്കരയുടെ അഭിമാനമായിട്ടുള്ള താരമാണ്. നിങ്ങൾ ആ മത്സരം ഒന്ന് എടുത്തു നോക്കുക. യജാതി ഒരു ക്രിയേറ്റീവ് പാസുകളാണ് സഹൽ അബ്ദുസമദ് തൻ്റെ സഹതാരങ്ങൾക്ക് കൊടുക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നിറഞ്ഞു കളിക്കുന്ന ഒരു മലയാളി താരം, മോഹൻ ബഗാനിൽ നിറഞ്ഞു കളിക്കുന്ന ഒരു താരത്തെയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം എയർഫോഴ്സുമായിട്ടുള്ള ആ ഒരു മത്സരത്തിൽ മോഹൻ ബഗാൻ്റെ ആ ഒരു മധ്യനിരയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത്. 37-ാം മിനിറ്റിൽ ലിസ്റ്റൻ കൊളാസോ ഗോൾ നേടുന്നുണ്ട്. രണ്ട് താരങ്ങൾക്കിടയിലൂടെയാണ് ലിസ്റ്റൻ കൊളാസോ ആ പന്തിനെ സ്വീകരിക്കുന്നത്. അതായത് 3 താരങ്ങളുണ്ട്, ഒരു താരത്തെ അദ്ദേഹം ബീറ്റ് ചെയ്തിട്ടാണ് ആ പന്ത് സ്വീകരിക്കുന്നത്. ആ പന്ത് കൊടുത്തത് സഹൽ അബ്ദുസമദാണ്. ആ പന്ത് വന്ന വഴിയൊക്കെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് എടുത്ത് നോക്കുക. അപ്പോൾ മനസ്സിലാവും സഹൽ എത്രമാത്രം ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറാണ് എന്ന്. കാരണം അത്രക്കും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പാസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിലുള്ള ഒരുപാട് ഫോറിൻ താരങ്ങളെയൊക്കെ മറികടന്നിട്ട് പീക്ക് ലെവലിലേക്ക് എത്തിയിരുന്ന ഒരു കളിക്കാരനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സഹൽ അബ്ദുസമദ് എന്ന് പറയുന്ന ഈ ഒരു മലയാളി താരം. എവിടെ നോക്കിയാലും കളിയുടെ അവസാന നിമിഷം വരെ ഏറെക്കുറെ നിറഞ്ഞാടുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. 46-ാം മിനിറ്റിൽ വീണ്ടും ഒരു പാസ് കൊടുക്കുന്നുണ്ട് സഹൽ. ഒരു 1-on-1 സിറ്റുവേഷനിലേക്കാണ് സ്ട്രൈക്കർക്ക് ആ ഒരു പാസ് കൊടുക്കുന്നത്. വാട്ട് എ മാൻ! ആ ഒരു പാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കണ്ടു നോക്കുക. യജാതി ടെക്നിക്കലായിട്ടുള്ള പാസ്സാണ് സഹൽ അബ്ദുസമദ് കൊടുത്തത്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. 64-ാം മിനിറ്റിൽ ഇതുപോലെ തന്നെ ലിസ്റ്റൻ കൊളാസോക്ക് മറ്റൊരു പാസ് കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം ഗ്രേഗ് സ്റ്റുവർട്ട് കളിക്കളത്തിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോളിന് വഴിയൊരുക്കുന്നത് സഹൽ അബ്ദുസമദാണ്. സഹലിൻ്റെ കാലിൽ നിന്നും സെൻറ്ററിൽ നിന്നും ഉദയെടുത്ത പന്താണ് നേരെ ചെന്നിട്ട് ഗ്രേഗ് സ്റ്റുവർട്ട് അവസാനം ഗോൾ കണ്ടെത്തുന്നത്. രണ്ടാമത്തെ ഗോളിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാ വിദേശ താരങ്ങൾക്കും അപ്പുറം എല്ലാം മറികടന്നിട്ട് കളിച്ചൊരു കളിക്കാരനാണ് സഹൽ അബ്ദുസമദ് എന്ന് പറയുന്നത്. ഈ സീസണിൽ മോഹൻ ബഗാൻ്റെ സ്ക്വാഡിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ പറയുമ്പോൾ നമ്മളൊക്കെ വിദേശ താരങ്ങളെയാണ്. ഇപ്പോൾ ജെയ്സൺ കമ്മിങ്സും പെട്രാട്ടോസും സ്റ്റുവർട്ടും ജേമി മക്ലീറനും ഇവരൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ഈ സ്ക്വാഡ് ഇങ്ങനെ അനലൈസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ ഒരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള സ്ക്വാഡ് മോഹൻ ബഗാൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സഹൽ അബ്ദുസമദ് എന്ന് പറയുന്ന താരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ടോപ്പ് കളിക്കാരിലൊരാളാണ് സഹൽ അബ്ദുസമദ് എന്ന് പറയുന്നത്. കാരണം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വാക്താവാനായിട്ട് വരും കാലത്ത് ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷകനായിട്ട് അവതരിക്കാൻ പറ്റുന്ന ഒരു താരമാണ് നമ്മുടെ സ്വന്തം മലയാളി താരം സഹൽ അബ്ദുസമദ്.